ഫുൾ ടൈം എ സിയിൽ വളർന്ന കുട്ടിയും അല്ലെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ചെളിയിലും മണ്ണിലും ഒക്കെ കിടന്ന് നല്ല രീതിയിൽ കുട്ടിക്കാലം അടിച്ചു പൊളിച്ചൊരു കുട്ടിയും തമ്മിൽ ഉണ്ടാവുന്ന ഈ അലർജിയിലെ വ്യത്യാസം എന്തൊക്കെ? നമുക്കറിയാം കോവിഡിൻ്റെ സമയത്ത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. കോവിഡിൻ്റെ സമയത്ത് മുംബൈയിലെ ധാരാവികളിൽ കോവിഡ് ഹിറ്റ് ചെയ്ത സമയത്ത് അവിടെ അവർക്ക് വന്നു പോയി. കാരണം അവർ വളരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അഴുക്കുചാലിലും പൊടിയിലും മണ്ണിലും ഒക്കെ കളിച്ചിട്ടാണ്, സ്ട്രീറ്റ്സിലാണ് അവർ കളിച്ചതാവുന്നത്. അപ്പോൾ അവർക്ക് കോവിഡ് വന്നു എന്നുള്ളത് ഇവർ പറയുന്ന സമയത്താണ് പലപ്പോഴും മനസ്സിലാവുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അറിയുന്നത്. അല്ലെങ്കിൽ അവരൊരു ജസ്റ്റ് ഒന്ന് മൂക്ക് വലിച്ചു, ഒന്ന് ചുമച്ചു. പക്ഷെ അതിന് പകരം ഈ ഇമ്മ്യൂണിറ്റിൻ്റെ നമ്മൾ പറഞ്ഞ കാര്യം, അത് അസുഖം വരുമോ എന്ന് പേടിച്ച് വളർത്തുന്ന ഒരു കുട്ടിക്ക് കോവിഡിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും സിംറ്റംസ്. അപ്പം ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുള്ളതാണ്. നമുക്ക് നേച്ചർ തരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഫീൽ ചെയ്തിട്ടും അത് അനുഭവിച്ചിട്ട് തന്നെ വേണം ഇത് വരാൻ. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും അസുഖം ആയിരിക്കും. മാസത്തിൽ 1-2 തവണയെങ്കിലും പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി, എപ്പോഴും സ്കൂളിൽ ലീവ്. ഇതൊക്കെ എപ്പോഴും പല പേഷ്യൻസും പറയുന്ന കാര്യമാണ്. ഞങ്ങൾ അത്രയും കുട്ടികളെ നോക്കുന്നുണ്ട്, കുട്ടീനെ നോക്കാൻ ഒരാളെ ഞങ്ങൾ വയ്ക്കുന്നുണ്ട്, കുട്ടീനെ പുറത്ത് വിടുന്നില്ല, വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിനുള്ളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വെയിൽ കൊടുക്കാൻ പറ്റില്ല, മഴ കൊടുക്കാൻ പറ്റില്ല, മണ്ണ് കൊടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാൻ പാരൻസ്, ഞാൻ കഴിയുന്നത് പാരൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. ചിലർക്കൊക്കെ ഇത് മനസ്സിലാവും കൺസെപ്റ്റ്, ചിലർക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അവർ കുട്ടികളോടുള്ള അമിത സ്നേഹമായിരിക്കാം, പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഒരു അസുഖം കുറഞ്ഞു വരില്ല.